അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടി ടിപ്സ് ഇല്ല, കുക്കിംഗ് വീഡിയോസ് ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്താണല്ലേ, നമ്മൾ എത്ര അധ്വാനിച്ചാലും നമ്മുടെ കയ്യിൽ പണം വന്നു ചേരുന്നില്ല. അയ്യോ, ഈ പൈസയല്ലേ എവിടെ പോകുന്നു, എനിക്ക് എല്ലാ മാസവും സാലറി കിട്ടുന്നതാണല്ലോ, ഈ പൈസയൊക്കെ എവിടെ പോകുന്നു, കടബാധ്യതകളാണെങ്കിൽ കുന്നുകൂടി വരുന്നു. ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ. നമ്മുടെ വീട്ടിലോട്ട് കയറിക്കഴിഞ്ഞാൽ സമാധാനമില്ല, എപ്പോഴും അസുഖം, അങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷം ഉള്ളവര് ഇഷ്ടം മാതിരി ആൾക്കാർ കാണും. അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞു തരാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോഴേ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള കഴിവ് നമ്മുടെ കല്ലുപ്പിന് ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈ കല്ലുപ്പിന് നമ്മുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനമായ ഒരു സ്ഥാനമാണുള്ളത്. കറികൾക്കകത്ത് ശകല ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് ഒന്നുമല്ല, ആ കറിയേ കൊള്ളത്തില്ലെന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഉപ്പിന് നമുക്ക് ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രധാനമായ സ്ഥാനമാണ് ഉള്ളതെന്ന് തന്നെ നമുക്ക് പറയാം, ഉപ്പ്. അപ്പം ഈ ഉപ്പ് നമ്മുടെ വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ് നല്ലതാണ്. ഉപ്പിന് ഭയങ്കര കഴിവാണ് കേട്ടോ. ഉപ്പ് നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയ ഒരു സാധനമാണ് ഈ കല്ലുപ്പ്. അപ്പം പക്ഷേ ഇതിന് നല്ല നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള ശക്തിയുള്ള ഒരു സാധനമാണ് ഈ കല്ലുപ്പ്. അപ്പം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ എങ്ങനെ ഈ കല്ലുപ്പ് മൂലം കളയാം എന്നുള്ളതാണ് ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കടം കയറുമ്പോൾ കല്ലുപ്പ് ഉണ്ട് എന്ത് ചെയ്യണം, പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ അലസത, ക്ഷീണം, അതിനെന്ത് കാര്യം ചെയ്യണം, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ തന്നെ പോകണ്ട. നമ്മുടെ ശരീരം ചില ദിവസം എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണമാണ്. ആ ക്ഷീണം എന്താണ്, ആ ക്ഷീണത്തിന് ഇത് വെച്ച് എന്ത് ചെയ്യാം. പിന്നെ ഉറക്കം, ചിലവർക്ക് ഉറക്കം തീരെയില്ല. അപ്പോൾ ഉറക്കം പെട്ടെന്ന് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കല്ലുപ്പ് കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. വിശ്വാസം ഉള്ളവർ മാത്രം ചെയ്യുക, അല്ലാത്തവർ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പണ്ട് മുതലേ ഉപ്പ് നമ്മുടെ ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾക്കും അറിയാം അല്ലേ, വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ദിവസം പ്രതി ഉപ്പും മുളകൊക്കെ ഒഴിഞ്ഞിടുന്ന ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉപ്പിന് ഭയങ്കരമായ ഒരു പ്രാധാന്യം ഉള്ളതാണ്. അപ്പം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും കല്ലുപ്പ് എടുക്കുമ്പോഴത്തേക്കും കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന പുതിയ ഉപ്പ് പൊട്ടിച്ച് എടുത്താണ് ഈ വക കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ അടുക്കളയിൽ എടുത്ത ഉപ്പിന്റെ ബാക്കി എടുത്തിട്ട് ചെയ്യരുത് കേട്ടോ. പുതിയ ഉപ്പ് എടുക്കുക. ഇതുപോലത്തെ ഒരു ബൗള്, എപ്പോഴും എന്തെടുത്താലും നമ്മൾ ഈ ചില്ലിന്റെ ബൗളോ മൺപാത്രമോ അങ്ങനെയൊക്കെ എടുക്കാള്ളൂ, ഭരണി അങ്ങനെയൊക്കെ എടുക്കാള്ളൂ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രം, അലൂമിനിയം പാത്രം, അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും ഉപ്പെടുക്കാനായിട്ട് പാടില്ല. ഇതിപ്പോൾ ഇവിടെ ഒരു കുപ്പിയാണ്, കുപ്പിയുടെ ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും കല്ലുപ്പെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു 5 ഗ്രാമ്പു ഇങ്ങനെ കുത്തി വെക്കുക. 5 ഗ്രാമ്പു കുത്തി വെക്കുക. വെച്ചതിന് ശേഷം ഇത് നിങ്ങളുടെ ഹോളിലോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പൈസയൊക്കെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്ന അലമാരിയിലോ എവിടെയാണെങ്കിലും ഇത് കൊണ്ടുവയ്ക്കുക. ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ കംപ്ലീറ്റ് ഇല്ലാതാക്കാനായിട്ട് പറ്റും. 1 മാസം വെച്ചതിന് ശേഷം 1 മാസം കഴിയുമ്പോഴത്തേക്കും ഈ ഉപ്പ് മാറ്റിയിട്ട് പുതിയ ഉപ്പും ഗ്രാമ്പുവും മാറ്റണം, പുതിയ ഗ്രാമ്പുവും വെക്കുക. 1 മാസം കഴിഞ്ഞിട്ട് ഇതെടുത്ത് കളയുമ്പോൾ ആരും ചവിട്ടാത്തടത്ത് കൊണ്ടിടുക. നമ്മുടെ സിങ്കിലോ ഒക്കെ കൊണ്ടിട്ട് കളഞ്ഞാലും മതി. ഒഴുകുന്ന വെള്ളത്തിലോ ചവിട്ടാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി എല്ലാം ഇല്ലാതായിട്ട് പകരം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും.
അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി കിട്ടാനുള്ളത് നമ്മൾ തുടയ്ക്കുമല്ലോ, വീട് ഫുള്ള് തുടയ്ക്കും. സാധാരണ മിക്കവരും തുടയ്ക്കുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ വീട് തുടയ്ക്കുമ്പോഴേക്കും അതിനകത്ത് നമ്മൾ ലോഷനോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചായിരിക്കും തുടയ്ക്കുന്നത്. അപ്പം അതുപോലെ അതിന് പകരം ഈ കല്ലുപ്പ് കുറച്ചിട്ടിട്ട് നമ്മുടെ വീടൊന്ന് നല്ലതായിട്ട് തുടച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല നെഗറ്റീവ് എനർജി മാറിയിട്ട് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം ചെയ്യാം. പിന്നെ അടുത്ത കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ കടങ്ങളൊക്കെ ഒരുപാടുള്ളവർ കാണും അല്ലേ? കടങ്ങൾ ഒരുപാടുള്ളവർ കാണും. അപ്പോൾ അവര് ഈ കടങ്ങൾ എങ്ങനെയാ വീട്ടുന്നേ, ഇതൊന്ന് വീട്ടിൽ കിട്ടിയാൽ മതിയായിരുന്നു, ഇതിനെന്താ ചെയ്യുന്നത്, ഞാൻ ആലോചിച്ചിട്ട് ഒരു നിവർത്തിയില്ലല്ലോ, ഞാൻ അധ്വാനിക്കുന്നുണ്ടല്ലോ പൈസ, പക്ഷെ അതിൻ്റെതായ പ്രയോജനം എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർ അധ്വാനിക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു ചെറിയ ടിപ്പും കൂടെ ചെയ്യുക. ഇതുപോലെ ഒരു ബൗളിനകത്ത് ചില്ലിൻ്റെ എടുക്കണം, ബൗളിനകത്ത് ഇതുപോലെ 1/4 ഭാഗം കല്ലുപ്പെടുക്കുക. ഇതിൻ്റെ മേളിൽ 3 ഉണക്കമുളക്, നമ്മുടെ വറ്റൽ മുളകില്ല, നമ്മൾ കടുക് വറക്കാനൊക്കെ എടുക്കുന്ന ആ വറ്റൽ മുളക് 3 എണ്ണം ഇതിൻ്റെ മേലെ വെക്കുക. ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇവിടെ വെക്കുക. എന്നിട്ട് ഇത് നമ്മുടെ അടുക്കളയുടെ വടക്ക് കിഴക്കേ മൂലയിൽ ആരും കാണാതെ വെക്കുക. എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടിങ്ങനെ വെക്കരുത്. അതെ ഞാൻ വറ്റൽമുളകും ഉപ്പും ശർക്കരയും കൂടെ വെച്ചിട്ടുണ്ടേ എന്ന് ആരോടും പറയുകയും ചെയ്യരുത്. നമ്മുടെ അടുക്കളയുടെ വടക്ക് കിഴക്കേ മൂലയിൽ വെക്കുക. അപ്പം എൻ്റെ അടുക്കളയുടെ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് ആ സൈഡാണ്, അവിടെ വെക്കുക. ഇതും ഇതുപോലെ തന്നെ 1 മാസം വെക്കുക. 1 മാസം കഴിഞ്ഞതിന് ശേഷം ഇത് മാറ്റി വേറെ വെക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങൾ, എത്ര കടങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വീടും. ഇപ്പം ഇത് ചുമ്മാ വെച്ചിട്ട് അങ്ങോട്ടും വെറുതെ കൈയും കാലും നീട്ടിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങൾ വീടില്ല. പകരം നമ്മൾ കൂടെ അധ്വാനിക്കുകയും കൂടെ ചെയ്യുക. മനസ്സിലായല്ലോ? പിന്നത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത കാര്യം പറഞ്ഞു തരാം. പിള്ളേർക്ക് ഈ പഠിക്കാനുള്ള ഒരു മനസ്സൊന്നും ചില കുട്ടികൾക്കില്ല. പഠിക്കാൻ ഇരിക്കുമ്പോൾ തൊട്ട് ഉറങ്ങാൻ തുടങ്ങും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അലസത മടി ഒന്ന് തന്നെയാണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. 1 മിനിറ്റ് അവിടെ നിന്ന് നല്ല വെട്ടടിക്കുന്നുണ്ട്, ഒന്ന് കഥ അടച്ചിട്ട് വരാം. അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഠിക്കുന്ന മുറിയിൽ, പിള്ളേർ പഠിക്കുന്ന മുറിയിൽ ഇതുപോലുള്ള ഒരു ബൗളിൽ കുറച്ചുപ്പ് കൊണ്ടുവന്ന് ആ മേശപ്പുറത്ത് വെക്കുക. വെറുതെ വെച്ച് കൊടുത്തേച്ചാൽ മതി. വെച്ച് കൊടുത്തതിന് ശേഷം പഠിക്കാനിരുന്ന് നോക്കിയിട്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. ആ പഠിക്കാനുള്ള മടിയൊക്കെ നമുക്കങ്ങ് ഇല്ലാതാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഉറക്കം വരുന്നില്ല കിടന്നിട്ട് എന്ന് പറയുന്നവർ ബെഡ്റൂമിൽ ഇതുപോലെ ഉപ്പാക്കിയിട്ട് വെക്കുക. ഇല്ലെങ്കിൽ തലയണയുടെ അടിയിൽ ഉപ്പ് വെച്ചാലും നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അതില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറക്കമില്ലാത്തവരൊക്കെ ഇഷ്ടമാതിരി ആൾക്കാരുണ്ടല്ലോ, അവരൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മൂട്ടനിടിയും വഴക്കും ബരവാസ്തൂലിയൊക്കെ ആയിരിക്കും അല്ലേ? കിടക്കാൻ കയറുമ്പം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ട് അവസാനം അടിയിലും ഇടിയിലും ഒക്കെ കലാശിച്ച് കിടന്നുറങ്ങും. അതെന്തുകൊണ്ടാ? ആ റൂമിൽ നെഗറ്റീവ് എനർജി ആയതുകൊണ്ടാണ് ഇങ്ങനെ ശരിക്കും ഇടിയും വഴക്കും ഒക്കെ വന്നു ചേരുന്നത്. അപ്പം നമ്മൾ പറയത്തില്ലേ, ചില വീട്ടിൽ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവിടെ താമസിച്ചതിൻ്റെ എന്തോ ഇതായിരുന്നു, അങ്ങനെ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഹളങ്ങളായിരുന്നു, ഒരു രക്ഷയില്ല, ഭയങ്കര എന്ത് വെച്ചാൽ മനസ്സമാധാനം ഇല്ല, എന്നും വഴക്കും ഒക്കെയാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ഉള്ളവർ ആ ബെഡ്റൂമിൽ കൊണ്ടുചെന്നിട്ട് ഇതുപോലെ ഒരു ബൗളിനകത്ത് ഉപ്പെടുത്തിട്ട് വെക്കുക. കട്ടിലിൻ്റെ താഴെയോ അല്ലെങ്കിൽ മുറിയുടെ മൂലയോ എവിടെയാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കുന്ന ആ മുറിയിൽ വെക്കുക. നിങ്ങൾക്ക് ആ അടിയിടിയും വഴക്കും ഒക്കെ ഒരു 2-3 ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പം കല്ലുപ്പിൻ്റെ ഒരുപാട് ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞു തന്നത്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ പ്രശ്നങ്ങളില്ലാത്ത വീടുകൾ വളരെ ചുരുക്കുക അല്ലേ?
അപ്പം പ്രശ്നങ്ങൾ ഉള്ള വീടുകളിൽ ഇപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് രീതിയാണ്, ഏത് രീതിയുള്ള ദോഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതനുസരിച്ച് ചെയ്യുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കല്ലുപ്പ് വെള്ളത്തിലിട്ടിട്ട് കുളിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ക്ഷീണമൊക്കെ വരുമ്പോൾ, അത് ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് ഓർക്കുന്നില്ല, എന്തായാലും ഞാനൊന്നുകൂടെ പറയുവാണ്. നമ്മുടെ ശരീരത്തിന് അലസതയൊക്കെ വരുമ്പോഴത്തേക്കും കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ല ഫ്രഷ്നെസ് ഒക്കെ കിട്ടും. നമ്മുടെ ആ ക്ഷീണമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഉപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുക. ഇതുപോലത്തെ കാര്യങ്ങൾ, ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. പിന്നെ വേറെ ഒന്നും ഉപ്പിനെ പറ്റി കൂടുതൽ പറയാനില്ല കേട്ടോ. ഇഷ്ടമാതിരി കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും, പുതിയതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഹായ്.